നമസ്കാരം. തൊഴിലിടങ്ങൾ നടന്ന ഒരു പീഡന ദൃശ്യം കണ്ട് നമ്മൾ ഞെട്ടിയിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾ പരസ്പരം ചോദിക്കുകയും ചെയ്തു. പെരുമ്പാവൂർ ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ജീവനക്കാരെ കഴുത്തിൽ ബെൽറ്റിട്ട് നായയെപ്പോലെ നടത്തിച്ച് വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ സ്ഥാപനത്തിലെ മുൻ മാനേജർ കോഴിക്കോട് വടകര പാറക്കണ്ടി വീട്ടിൽ മനാഫിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. വീഡിയോ ദൃശ്യത്തിലുള്ള 2 ജീവനക്കാരുടെയും സമാനമായ രീതിയിൽ പീഡനം നേരിടേണ്ടി വന്ന ജീവനക്കാരുടെയും പരാതിയിൽ പോലീസ് മനാഫിനെതിരെ കേസുമെടുത്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെ 2 കേസുകളാണ് മനാഫിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ റിമാൻഡ് ചെയ്യാവുന്ന വകുപ്പുമുണ്ട്. യുവാക്കളെ നടത്തിച്ചതുപോലെ തന്നെയും നടത്തിച്ചെന്നും എന്നാൽ വീഡിയോ എടുക്കാൻ താൻ അനുവദിച്ചില്ല എന്നുമാണ് ജീവനക്കാരിയുടെ പരാതി. പ്രത്യേക നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവാക്കളുടെ മൊഴിപ്രകാരം മനാഫിനെതിരെ 2ാമത്തെ കേസെടുക്കാൻ പോലീസ് തയ്യാറായത്. തൊഴിൽ പീഡനം നടന്നിട്ടില്ലെന്ന് പോലീസും തൊഴിൽ വകുപ്പും പറയുന്നുണ്ട് എങ്കിലും വിവാദമായതോടെ മനാഫിനെ എത്രയും വേഗം കുരുക്കിലാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് എന്നാണ് വിവരം. ഡയറക്ട് മാർക്കറ്റിംഗിന്റെ പേരിൽ ജീവനക്കാരുടെ കഴുത്തിൽ ബെൽറ്റിട്ട് നായ്ക്കളെ പോലെ നടത്തിച്ച സംഭവത്തിൽ കെൽട്രോയിലെ ജീവനക്കാരുടെ മൊഴികൾ ശേഖരിച്ച് തൊഴിൽ വകുപ്പ് കെൽട്രോയുടെ അറക്കപ്പടിയിലെ വനിതാ ഹോസ്റ്റലിലും വാത്തിമറ്റത്തെ പുരുഷ ഹോസ്റ്റലിലും എത്തിയാണ് എറണാകുളം ജില്ലാ എൻഫോഴ്സ്മെന്റ് ലേബർ ഓഫീസർ PG വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹോസ്റ്റലുകളിൽ ഉണ്ടായിരുന്ന 9 വനിതാ ജീവനക്കാരുടെയും 5 പുരുഷ ജീവനക്കാരുടെയും മൊഴി ശേഖരിച്ചു. ഹോസ്റ്റലുകളിലെ താമസ സൗകര്യവും സുരക്ഷ സംബന്ധിച്ചും പരിശോധനയും നടത്തിയിട്ടുണ്ട്. ശമ്പളവും ഇൻസെന്റീവും ലഭിക്കുന്നുണ്ടെന്നും ഭക്ഷണച്ചെലവ് സ്ഥാപനം നൽകാറുണ്ടെന്നും ജീവനക്കാർ പറയുന്നു. കെൽട്രോയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ കളമശ്ശേരി, ഇടയാർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിലും തൊഴിൽ വകുപ്പ് തിങ്കളാഴ്ച പരിശോധന നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ അങ്കമാലിയിലെ ഗോഡൌണിൽ പരിശോധനയും തൊഴിലാളികളുടെ മൊഴിയും ശേഖരിക്കുമെന്ന് ലേബർ ഓഫീസർ പറഞ്ഞു. തൊഴിൽ പീഡനത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് തൊഴിൽ മന്ത്രിയും നിർദ്ദേശിച്ചിരുന്നു.